നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ 2025 വ്യാഴമാറ്റമാണ്. രാശിഫലങ്ങളും ജീവിതത്തിൽ വരുത്തുന്ന സ്വാധീനവും എന്തൊക്കെയെന്ന് നോക്കാം. 2025 സംഭവിക്കുന്ന വ്യാഴമാറ്റം ജ്യോതിഷപരമായ ഒരു സുപ്രധാന സംഭവമാണ്. വേദജ്യോതിഷത്തിൽ ഏറ്റവും ശുഭകരമായ ഗ്രഹമായി കണക്കാക്കപ്പെടുന്ന വ്യാഴം ഏകദേശം 13 മാസത്തോളം ഒരു രാശിയിൽ സഞ്ചരിക്കുന്നുണ്ട്. ശനി കഴിഞ്ഞാൽ ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് വ്യാഴം. അതിനാൽ തന്നെ ഈ ഗ്രഹത്തിൻ്റെ രാശിമാറ്റം വ്യക്തികളുടെ ജീവിതത്തിൽ കാര്യമായ സ്വാധീനവും ചെലുത്തും. 2025 വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് മാറുന്നത് മെയ് 14-15 ആയിരിക്കാം. ദേവഗുരു അല്ലെങ്കിൽ ബൃഹസ്പതി എന്നറിയപ്പെടുന്ന വ്യാഴം ജ്ഞാനം, വികാസം, ധർമ്മം, ഐശ്വര്യം എന്നിവയുടെ സൂചകമാണ്. ദാമ്പത്യം, വിദ്യാഭ്യാസം, കുട്ടികൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വ്യാഴത്തിൻ്റെ സുപ്രധാന സ്ഥാനമുണ്ട്. ഈ വർഷം വ്യാഴമാറ്റം ഒരു പ്രത്യേക പ്രതിഭാസമായി ചില ജ്യോതിഷികൾ വിലയിരുത്തുന്നുമുണ്ട്. കാരണം വ്യാഴം 2025 3 രാശികളിലൂടെ സഞ്ചരിക്കും. ഈ അപൂർവ സഞ്ചാരം ലോകത്തെയും വ്യക്തികളെയും എങ്ങനെ ബാധിക്കുമെന്നത് ശ്രദ്ധേയമായ ഒരു ചോദ്യമാണ്. ചില രാശിക്കാർക്ക് 2025 വ്യാഴമാറ്റം ഗുണകരമായിരിക്കും. വേദജ്യോതിഷത്തിൽ വ്യാഴത്തിൻ്റെ പ്രാധാന്യം നോക്കുമ്പോൾ വ്യാഴത്തിന് അഥവാ ഗുരുവിന് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണുള്ളത്. വ്യാഴം ദേവഗുരു എന്നും ബൃഹസ്പതി എന്നും അറിയപ്പെടുന്നു. ഇത് ഏറ്റവും ശുഭകരമായ ഗ്രഹമായി കണക്കാക്കപ്പെടുന്നു. ഈ ഗ്രഹം ജ്ഞാനം, വികാസം, ധർമ്മം, ഐശ്വര്യം എന്നിവയുടെ സൂചകമാണ്. ഏതെങ്കിലും രാശിയിൽ വ്യാഴം ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കർമ്മരംഗത്ത് ശോഭിക്കാൻ കഴിയും. വ്യാഴത്തെ ദാമ്പത്യ ജീവിതത്തിൻ്റെ, കുട്ടികളുടെയും വിദ്യാഭ്യാസത്തിൻ്റെ ഗ്രഹമായി കണക്കാക്കുന്നുമുണ്ട്. വ്യാഴത്തിൻ്റെ ശുഭകരമായ ദൃഷ്ടികൾ, അതായത് 5, 7, 9 ഭാവങ്ങളിലേക്കുള്ള നോട്ടം, ഐശ്വര്യം, ശുഭാപ്തി വിശ്വാസം, ബന്ധങ്ങൾ എന്നിവയ്ക്ക് നല്ല ഫലങ്ങൾ നൽകുന്നു. തടസ്സങ്ങൾ നീക്കാനും ജീവിതത്തിൽ നല്ല അവസരങ്ങൾ നൽകാനും വ്യാഴത്തിന് കഴിയും. ഓരോ രാശിക്കാർക്കും 2025 വ്യാഴമാറ്റം എങ്ങനെ ഫലിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സംഗ്രഹം നമുക്ക് നോക്കാം. ഓരോ രാശിക്കാർക്കുമുള്ള ഗുണദോഷ ഫലങ്ങൾ. ആദ്യം മേടൻ രാശി. മേടൻ രാശിക്കാർക്ക് വ്യാഴം 2ാം ഭാവത്തിൽ നിന്ന് 3ാം ഭാവത്തിലേക്ക് മാറുകയാണ്. ഈ മാറ്റം എല്ലാ കാര്യങ്ങളിലും വിചാരിക്കുന്ന പോലെ നടക്കണമെന്നില്ല എന്ന സൂചനയും നൽകുന്നു. കർമ്മസ്ഥാന ചലനത്തിനും മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള ഇഷ്ടക്കേടിനും സാധ്യതയുണ്ട്. അതിനാൽ ഈ സമയം കൂടുതൽ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യവുമാണ്. വിദ്യാർത്ഥികൾക്ക് ഈ സമയം അലസത വർദ്ധിക്കാതെ നോക്കേണ്ടതുണ്ട്. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് വിജയത്തിന് അനിവാര്യവുമാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ത്വക്ക് രോഗം, അലർജി, ആസ്മ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കാം. അതിനാൽ മുൻകരുതലുകൾ എടുക്കുന്നത് നന്നായിരിക്കും. എങ്കിലും വ്യാഴത്തിൻ്റെ ഈ മാറ്റം മേടൻ രാശിക്കാർക്ക് ചില നല്ല ഫലങ്ങൾ നൽകുന്നുണ്ട്. സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകാനും കുടുംബത്തിൽ സന്തോഷവും പ്രശസ്തിയും വർദ്ധിക്കാനും സാധ്യതയുണ്ട്. കരിയറിലും ഈ സമയം അനുകൂലമായിരിക്കും. സാമൂഹിക ബന്ധങ്ങളിൽ വളർച്ചയുണ്ടാകും. പുതിയ സൗഹൃദങ്ങൾ രൂപപ്പെടാനും നിലവിലുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടാനും സാധ്യതയുണ്ട്. സമൂഹത്തിൽ നിങ്ങളുടെ ബഹുമാനം വർദ്ധിക്കും. ഇത് നിങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. പിതാവുമായുള്ള ബന്ധം മെച്ചപ്പെടാനും സാധ്യതയുണ്ട്. കുടുംബത്തിൽ സന്തോഷവും ഐക്യവും നിലനിർത്താൻ ഇത് സഹായിക്കും. അതിനാൽ മേടൻ രാശിക്കാർക്ക് ഈ സമയം ശ്രദ്ധയോടും ശുഭാപ്തി വിശ്വാസത്തോടും മുന്നോട്ട് പോകാം. ഇടവൻ രാശി. ഇടവൻ രാശിക്കാർക്ക് വ്യാഴം ജന്മത്തിൽ നിന്നും 2ാം ഭാവത്തിലേക്ക് മാറുകയാണ്. ഈ മാറ്റം അപ്രതീക്ഷിതമായ ധനലാഭത്തിന് സാധ്യത കാണിക്കുന്നു. ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനും ഈ സമയം സാധിക്കും. ഇത് മാനസികമായ സന്തോഷം നൽകുകയും ചെയ്യും. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സഫലീകരിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് ഇത് വളരെ ഗുണകരമായ ഒരു കാലഘട്ടമാണ്. നല്ല ബന്ധങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ വീടോ വാഹനമോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. വീട്ടിൽ ധാരാളം അതിഥികൾ വരാനിടയുണ്ട്. ഇത് സന്തോഷകരമായ ഒത്തുചേരലുകൾക്ക് വഴിയൊരുക്കും. പരീക്ഷകളിൽ അപ്രതീക്ഷിതമായ വിജയം, ഉപരിപഠനത്തിനുള്ള അവസരങ്ങൾ, സർക്കാർ സഹായം എന്നിവയും ഈ രാശിക്കാർക്ക് ലഭിക്കാനിടയുണ്ട്. ഈ സമയം ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും മനസ്സിൻ്റെ സന്തോഷം തിരികെ ലഭിക്കും. ഇത് എല്ലാ കാര്യങ്ങളിലും ഊർജ്ജത്തോടെ പ്രവർത്തിക്കാൻ സഹായിക്കും. തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാകാനും ഇഷ്ടപ്പെട്ട തൊഴിൽ ഏർപ്പെടാനും സാധിക്കും. ബിസിനസ്സിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും ഈ സമയം സാധിക്കും. സാമ്പത്തികമായി ചില വിഷമതകൾ നേരിടേണ്ടി വന്നേക്കാം. അതിനാൽ ശ്രദ്ധയോടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. മേലധികാരികളിൽ നിന്ന്, തൊഴിലുടമകളിൽ നിന്നും അനുകൂലമായ നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്ന സൂചനകൾ ലഭിക്കും. ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. മിഥുനൻ രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം മിഥുനൻ രാശിക്കാർക്ക് വളരെ പ്രധാനപ്പെട്ടൊരു മാറ്റമാണ്. വ്യക്തിപരമായ വളർച്ചയ്ക്കും ബന്ധങ്ങൾക്കും പുതിയ സാധ്യതകൾ തുറന്നു കിട്ടുന്ന സമയമാണ്. വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ നല്ല വളർച്ചയും ആശയവിനിമയ രംഗത്ത് പുരോഗതിയും ഈ സമയം പ്രതീക്ഷിക്കാം. അറിവ് നേടാനുള്ള ആഗ്രഹം വർദ്ധിക്കുകയും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ടാകുകയും ചെയ്യും. അതേസമയം അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും കൂടുതൽ പേരിലേക്ക് എത്തിക്കാനും കഴിയുകയും ചെയ്യും. അധ്യാപകർ, എഴുത്തുകാർ,
പ്രഭാഷകർ, ഉള്ളടക്ക നിർമ്മാതാക്കൾ എന്നിവർക്ക് ഗുണകരവുമാണ്. സഹോദരങ്ങളുമായുള്ള ബന്ധം ഈ സമയം ശക്തിപ്പെടാനും പുതിയ സൗഹൃദ ബന്ധങ്ങൾ രൂപപ്പെടാനും ഇടയുണ്ട്. അടുത്തുള്ളവരുമായും സഹപ്രവർത്തകരുമായും നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിയും. ചെറിയ യാത്രകൾക്കും പഠന ശിബിരങ്ങൾക്കും ഈ സമയം സാധ്യതയുമുണ്ട്. ഇത് പുതിയ അനുഭവങ്ങൾ നേടാനും ആത്മീയ വളർച്ച കൈവരിക്കാനും സഹായിക്കും. വ്യാഴം ധനു, മീനം എന്നീ രാശികളുടെ അധിപനായതിനാൽ മിഥുനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈ രാശിക്കാർക്കും ചില ഗുണങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. മൊത്തത്തിൽ മിഥുനം രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം പുതിയ വാതിലുകൾ തുറക്കുന്ന ഒരു സമയം കൂടിയാണ്. കർക്കിടകൻ രാശി 2025 വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് ഈ രാശിക്കാർക്ക് ഒരു നല്ല സമയമായി ജ്യോതിഷത്തിൽ വിലയിരുത്തുന്നു. കുടുംബാംഗങ്ങളുമായി കൂടുതൽ അടുപ്പം അനുഭവപ്പെടുകയും സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാൻ സാധിക്കുകയും ചെയ്യും. കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കാനും വിവാഹം പോലുള്ള മംഗളകാര്യങ്ങൾ നടക്കാനും ഈ സമയം സാധ്യതയുണ്ട്. ധനപരമായ കാര്യങ്ങളിൽ ഈ സമയം നല്ല പുരോഗതി ഉണ്ടാകും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനും പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു വരാനും ഇടയുണ്ട്. ആത്മീയ കാര്യങ്ങളിൽ ഈ സമയം നല്ല താല്പര്യമുണ്ടാകും. മതപരമായ ചടങ്ങുകളിലും ആരാധനകളിലും കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ സാധിക്കും. ചില ജ്യോതിഷികൾ സൂചിപ്പിക്കുന്നത് കർക്കിടകൻ രാശിക്ക് വ്യാഴം 12ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ദാനധർമ്മം പോലുള്ള നല്ല കാര്യങ്ങൾക്കായി കൂടുതൽ പണം ചെലവഴിക്കാൻ പ്രേരിപ്പിക്കുമെന്നാണ്. ഇത് മാനസികമായ സന്തോഷവും സംതൃപ്തിയും നൽകും. വ്യാഴത്തിൻ്റെ ഈ മാറ്റം കർക്കിടകൻ രാശിയുടെ ജീവിതത്തിൽ പൊതുവെ നല്ല ഫലങ്ങൾ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷ. ചിങ്ങൻ രാശി ചിങ്ങൻ രാശിക്കാർക്ക് വ്യാഴം 11ാം ഭാവത്തിലേക്ക് മാറുന്നത് വലിയ വിജയങ്ങൾ നൽകും. ഈ സമയം സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ കുറയുകയും ധനം സമ്പാദിക്കാനുള്ള വഴികൾ എളുപ്പമാവുകയും ചെയ്യും. കരിയറിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. പുതിയ ജോലികൾ ലഭിക്കാനും നിലവിലുള്ള ജോലിയിൽ സ്ഥാനക്കയറ്റം നേടാനും ഈ സമയം സാധ്യത കാണുന്നു. വസ്തുവകകൾ സ്വന്തമാക്കാനും അതിലൂടെ ലാഭം നേടാനും ഈ സമയം സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങളിൽ തീവ്രതയുണ്ടാകും. ഇത് ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകാൻ സഹായിക്കും. അവിവാഹിതരായ ചിങ്ങൻ രാശിക്കാർക്ക് ഈ സമയം വിവാഹത്തിനുള്ള സാധ്യത വർദ്ധിക്കും. നല്ല ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കും. മൊത്തത്തിൽ ചിങ്ങൻ രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം സാമ്പത്തികപരമായും തൊഴിൽപരമായും വളരെ നല്ല ഫലങ്ങൾ കൊണ്ടുവരുന്നൊരു സമയമാണ്. കന്നിരാശി 2025 വ്യാഴത്തിൻ്റെ സഞ്ചാരം കന്നിരാശിക്കാർക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ നൽകും. ഈ സമയം കരിയറിൽ വിജയം കൈവരിക്കാനും പുതിയ ഉയരങ്ങളിൽ എത്താനും സാധിക്കും. ദൈവാനുഗ്രഹം ഉണ്ടാകും. അതുവഴി പല തടസ്സങ്ങൾ മാറിക്കിട്ടാനും സാധ്യതയുണ്ട്. വിവാഹം ആഗ്രഹിക്കുന്ന കന്നിരാശിക്കാർക്ക് ഈ സമയം നല്ല ബന്ധങ്ങൾ ലഭിക്കാനും വിവാഹം നടക്കാനും സാധ്യതയുണ്ട്. എന്നാൽ ജോലി സ്ഥലത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനിടയുണ്ട്. അതിനാൽ കൂടുതൽ ശ്രദ്ധയോടെ പെരുമാറുക. അമിതമായ ആത്മവിശ്വാസം ചിലപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കും. അതിനാൽ വിവേകത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. മൊത്തത്തിൽ കന്നിരാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം സാമ്പത്തികപരമായും തൊഴിൽപരമായും നല്ലതാണെങ്കിലും ചില കാര്യങ്ങളിൽ ശ്രദ്ധയും സൂക്ഷ്മതയും പാലിക്കേണ്ടതാണ്. തുലാൻ രാശിക്കാർക്ക് വ്യാഴം 9ാം ഭാവത്തിലേക്ക് മാറുന്നത് മതപരമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. ഈ സമയം മതപരമായ ചടങ്ങുകളിലും തീർത്ഥാടനങ്ങളിലും സന്തോഷത്തോടെ പങ്കെടുക്കാൻ സാധിക്കും. തുലാൻ രാശിക്കാർക്ക് അഷ്ടമ ഗുരുവായി വരുന്നതിനാൽ അത്ര നല്ല സമയമായിരിക്കില്ല എന്ന് കാണുന്നുമുണ്ട്. വിശ്വസിച്ച ചില ആളുകൾക്ക് നിങ്ങളെ ചതിക്കാൻ സാധ്യതയുണ്ട്. ഇത് മാനസികമായ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകാനും ഇടയുണ്ട്. നിയമപരമായ ചില പ്രശ്നങ്ങളും ഈ സമയം ഉണ്ടാകാനിടയുണ്ട്. അതിനാൽ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയും കരുതലും പുലർത്തേണ്ടതാണ്. മാനസിക ഉത്കണ്ഠ, പിരിമുറുക്കം, വിഷാദം എന്നിവ ഈ സമയം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ മനസ്സിനെ ശാന്തമാക്കാനുള്ള വഴികൾ തേടേണ്ടതാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിലും ബന്ധങ്ങളിലും ഈ സമയം കൂടുതൽ ശ്രദ്ധയും പരിചരണവും ആവശ്യമാണ്. ജോലിസ്ഥലത്തെ ചില അപമാനങ്ങൾ നേരിടേണ്ടി വന്നേക്കും. ബിസിനസ്സിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതിനാൽ തുലാൻ രാശിയിൽ ഈ സമയം വളരെ ശ്രദ്ധയോടെയും വിവേകത്തോടെയും മുന്നോട്ട് പോകേണ്ടതാണ്. വൃശ്ചികൻ രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം അത്ര ഗുണകരമല്ല എന്നാണ്. കാരണം വ്യാഴം നിങ്ങളുടെ രാശിയുടെ 8ാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഈ സമയം എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. ആലോചിക്കാതെ ചെയ്യുന്ന ചില കാര്യങ്ങൾ പിന്നീട് അനർത്ഥങ്ങൾക്ക് കാരണമാകാം. അതിനാൽ ചില കാര്യങ്ങൾ നന്നായി ആലോചിച്ച് മാത്രം ചെയ്യുക. ജോലി ചെയ്യുന്ന വൃശ്ചികൻ രാശിക്കാർക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള താക്കീതുകൾ ലഭിക്കാതെ സൂക്ഷിക്കേണ്ടതുമുണ്ട്. നിങ്ങളുടെ പെരുമാറ്റത്തിലും ജോലിയിലും ശ്രദ്ധിക്കുക. മൊത്തത്തിൽ വൃശ്ചികൻ രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം അത്ര നല്ലതായി തോന്നുന്നില്ല. അതിനാൽ ഈ സമയം കൂടുതൽ ശ്രദ്ധയോടെയും കരുതലോടെയും മുന്നോട്ട് പോവുക. ധനുരാശിക്കാർക്ക് 2025 വ്യാഴമാറ്റം ബിസിനസ്സിലും കരിയറിലും നേട്ടങ്ങൾ നൽകും. ഈ സമയം നിങ്ങളുടെ ഭാഗ്യം അനുകൂലമായിരിക്കും. പുതിയ ജോലികൾ വിജയം നേടാൻ സാധിക്കും. ജ്യോതിഷപ്രകാരം ചാരവശാൽ ഒരു വ്യക്തിയുടെ ജന്മ ചന്ദ്രരാശിയിൽ നിന്ന് 2, 5, 7, 9, 11 എന്നീ ഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഗുണഫലങ്ങൾ ലഭിക്കും. 2025 വ്യാഴം മിഥുനൻ രാശിയിൽ സഞ്ചരിക്കുന്നത് ധനുരാശിയുടെ 7ാം ഭാവത്തിലാണ്. ഇത് വളരെ ഗുണകരമായ ഒരു സ്ഥാനമാണ്. ഇത് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും നിലവിലുള്ള വളർച്ച നേടാനും സാധിക്കും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുകയും സാമ്പത്തികപരമായ സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യും. മൊത്തത്തിൽ ധനുരാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം വളരെ നല്ല സൂചനകൾ ഫലങ്ങളും നൽകുന്നു.
മകരം രാശി 2025 വ്യാഴമാറ്റം തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യത നൽകുന്നുണ്ട്. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും വിജയം നേടാൻ സാമ്പത്തികപരമായ നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ബന്ധങ്ങൾ ലഭിക്കാനും വിവാഹം നടക്കാനും സാധ്യതയുണ്ട്. സന്താനങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത ഈ സമയം തുറന്നു കിട്ടുന്നുണ്ട്. മകരം രാശിക്കാർക്ക് ഒക്ടോബറിൽ വ്യാഴം 7ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കൂടുതൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും എന്നാണ്. നിങ്ങളുടെ പങ്കാളിയുമായി നല്ല ബന്ധം പുലർത്താനും ഈ സമയം സാധിക്കും. മൊത്തത്തിൽ മകരം രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം തൊഴിൽപരമായും സാമ്പത്തികപരമായും നല്ല ഫലങ്ങളാണ് നൽകുന്നത്. കുംഭൻ രാശിക്കാർക്ക് 2025 വ്യാഴമാറ്റം അത്ര അനുകൂലമല്ല എന്നാണ്. കാരണം വ്യാഴം നിങ്ങളുടെ രാശിയുടെ 4ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. ഈ സമയം ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. അശ്രദ്ധ മൂലം ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുമുണ്ട്. കുടുംബാന്തരീക്ഷത്തിൽ ചില വഴക്കുകൾക്കും പിരിമുറുക്കങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതിനാൽ ക്ഷമയോടെയും വിവേകത്തോടെയും പെരുമാറുക. സാമ്പത്തികപരമായ സ്ഥിതി ഈ സമയം അത്ര മെച്ചപ്പെട്ടതായിരിക്കില്ല. ചിലപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കൂടുതൽ പണം കടം വാങ്ങേണ്ടി വന്നേക്കാം. ജോലിസ്ഥലത്തും ചില പ്രശ്നങ്ങളും തടസ്സങ്ങളും ഉണ്ടാകാനിടയുണ്ട്. ഓഫീസ് രാഷ്ട്രീയം നിങ്ങളുടെ മാനസിക സമാധാനത്തെ ബാധിക്കാം. എന്നാൽ 2025 മെയ് മാസത്തിന് ശേഷം വ്യാഴം നിങ്ങളുടെ രാശിയിലെ 5ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യം കാണാനിടയുണ്ട്. അപ്പോൾ മുതൽ കാര്യങ്ങൾ മെച്ചപ്പെടാൻ തുടങ്ങും. അതിനാൽ കുംഭൻ രാശിക്കാർ ഈ സമയം കൂടുതൽ ശ്രദ്ധയും കരുതലോടെയും മുന്നോട്ട് പോകണം. മീനൻ രാശി 2025 വ്യാഴമാറ്റം മീനൻ രാശിക്കാർക്ക് അനുകൂല സ്ഥാനത്താണ്. ഇത് നിങ്ങൾക്ക് ഗുണകരമായ ഫലങ്ങൾ നൽകും. ഈ സമയം സാമ്പത്തികമായ കാര്യങ്ങളിൽ ശ്രദ്ധയും വിവേകവും പുലർത്തേണ്ടതും അത്യാവശ്യമാണ്. എങ്കിലും നിങ്ങളുടെ ഫണ്ടുകൾ നല്ല കാര്യങ്ങൾക്കായി ചെലവഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. നിങ്ങളുടെ ആയുർദൈർഘ്യം വർദ്ധിക്കാനും ആരോഗ്യം മെച്ചപ്പെടാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ അമ്മായിയമ്മമാർക്കും ഈ സമയം ചില നല്ല ഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ നഗരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് യാത്ര ചെയ്യേണ്ടി വന്നേക്കാം. ഈ യാത്ര നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു തരാനും കരിയറിൽ വളർച്ച നേടാനും സഹായിക്കും. മൊത്തത്തിൽ മീനൻ രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം പൊതുവെ ഗുണകരമായ ഫലങ്ങൾ നൽകുന്നൊരു സമയവുമാണ്. 2025 വ്യാഴമാറ്റം വ്യക്തിഗത ജീവിതങ്ങളെ മാത്രമല്ല ലോകത്തെ മൊത്തത്തിലും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. വ്യാഴം ഒരു രാശിയിൽ ഏകദേശം 13 മാസക്കാലം നിലനിൽക്കും. എന്നാൽ 2025 വ്യാഴം മിഥുനം, കർക്കടകം എന്നീ രാശികളിലൂടെ സഞ്ചരിക്കുന്നത് ഒരു അപൂർവ പ്രതിഭാസമാണ്. വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് മാറിയ ശേഷം 2025 ഒക്ടോബർ 18 കർക്കടകത്തിലേക്ക് പ്രവേശിക്കുകയും ഡിസംബർ 4 വീണ്ടും മിഥുനത്തിലേക്ക് വരികയും ചെയ്യും. ഒരു വർഷത്തിൽ ഒരു രാശി മാത്രം സഞ്ചരിക്കുന്ന വ്യാഴം ഇത്തരത്തിൽ 3 രാശികളിലൂടെ സഞ്ചരിക്കുന്നത് ലോകത്തിനത്ര ഗുണകരമല്ല എന്ന് ചില ജ്യോതിഷികൾ അഭിപ്രായപ്പെടുന്നുമുണ്ട്. സാമ്പത്തിക മേഖലയിലെ സ്വാധീനം. വ്യാഴമാറ്റം സാമ്പത്തിക മേഖലയിൽ സമ്മിശ്ര ഫലങ്ങൾ നൽകും. ചില രാശിക്കാർക്ക് അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനപരമായ കാര്യങ്ങളിൽ പുരോഗതിയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിനും ചില രാശിക്കാർക്ക് അനുഭവപ്പെടും. എന്നാൽ കുംഭൻ രാശിക്കാർക്ക് ഈ സമയം സാമ്പത്തിക സ്ഥിതി മോശമാക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ഓരോ രാശിക്കാർക്കും അവരുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയും കരുതലും വേണം. കുടുംബ ബന്ധങ്ങളിലെ സ്വാധീനം നോക്കുമ്പോൾ കുടുംബ ബന്ധങ്ങളിലും വ്യാഴം നല്ലതും ചീത്തയുമായ ഫലങ്ങൾ നൽകും. ചില രാശിക്കാർക്ക് കുടുംബബന്ധത്തിൽ സന്തോഷവും ഐശ്വര്യവും വർദ്ധിപ്പിക്കും. സഹോദരങ്ങളുള്ള ബന്ധം ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ കുംഭൻ രാശിക്കാർക്ക് കൂടുതൽ കുടുംബ അന്തരീക്ഷത്തിൽ വഴക്കുകളും പിരിമുറുക്കങ്ങളും ഉണ്ടാകാം. അതിനാൽ കുടുംബങ്ങളുമായി സ്നേഹത്തോടെയും സഹകരണത്തോടെയും പെരുമാറാൻ ശ്രമിക്കേണ്ടതുമാണ്. 2025 വ്യാഴമാറ്റം ഓരോ രാശിക്കാർക്കും വ്യത്യസ്തമായ ഫലങ്ങൾ നൽകും. വ്യാഴത്തിൻ്റെ ഈ വർഷത്തെ പ്രത്യേക സഞ്ചാരം ലോകത്തെയും വ്യക്തികളെയും ഒരുപോലെ സ്വാധീനിക്കാനും സാധ്യതയുണ്ട്. ഓരോ രാശിക്കാർക്കും അവരവരുടെ ഫലം ശ്രദ്ധിക്കുകയും അതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നത് ഈ സമയം കൂടുതൽ പ്രയോജനകരമാക്കാൻ സഹായിക്കും. പൊതുവായി ഈ സമയം പുതിയ കാര്യങ്ങൾ പഠിക്കാനും ആത്മീയമായ വളർച്ച നേടാനും ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും ഉപയോഗിക്കുക. എല്ലാ രാശിക്കാർക്കും ഐശ്വര്യപൂർണമായ ഒരു വ്യാഴമാറ്റം ആശംസിക്കുന്നു.